ഹലോ. സോ വെൽക്കം ബാക്ക് ടു മൈ അനദർ ലോങ് വീഡിയോ. സൗണ്ടിനൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ? എന്താ പറ്റിയെന്നുള്ളതൊക്കെ വഴിയെ പറഞ്ഞുതരാം. ഞാൻ ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ട് പലപ്പോഴും ഇടയ്ക്ക് വെച്ച് നിർത്തി പോകാറുണ്ട്. കാരണം ഈ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഷൂട്ട് ചെയ്യാറുണ്ടെങ്കിൽ ചില്ലറ പണിയല്ല. എന്തായാലും ഇന്ന് അതുകൊണ്ട് കംപ്ലീറ്റ് ആക്കി വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ. അപ്പോൾ രാവിലെ തന്നെ നമ്മളെ സ്ഥിരം പരിപാടികൾ പല്ലിക്കലും നിസ്കരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിങ്ങനെ വന്നിരിക്കും. അപ്പോൾ അവിടെ ഇങ്ങനെ കിളികൾ മറ്റേ കീ സൗണ്ടൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇതേപോലെ അണ്ണാൻ തുള്ളണതും ചാടണമൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കും അവിടെ കുറേ നേരം. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചു കേട്ടോ. ഞാൻ നീച്ച ഉടനെ ഇതുപോലെ ചായ അല്ല കുടിക്കുക. ഞാൻ രാവിലെ നീച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ബോട്ടിൽ വെള്ളം കുടിക്കും കേട്ടോ. അങ്ങനെ രാവിലെ വെള്ളം കുടിക്കുകൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സുകളുണ്ട്. നമ്മളെ മുഖത്തെ പിമ്പിൾസ് പോവാനും ഫേസ് ഗ്ലോ ആവാനും അതേപോലെ നമ്മളെ ഓർഗൻസിലേക്ക് ഒന്ന് ഉണർത്താനും ഒക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ രാവിലെ നീച്ചേക്ക് വെള്ളം കുടിക്കണേം കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സുകളുണ്ട്. അങ്ങനെ മുറ്റമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് ഉള്ളിൽ വന്ന് നോക്കിയപ്പോൾ ഇമ്മ നല്ല പണിയിലായിരുന്നു. ഉമ്മക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നിട്ട് വലിയ ഗുണമൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കി കണ്ട് ഞാൻ പുറത്തേക്ക് തന്നെ ഇറങ്ങിപ്പോന്നു. പിന്നെ ഇതാ ഈ ഒരു സ്ഥലം വൃത്തിയാക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ ഞാൻ രാവിലെ തന്നെ വിചാരിച്ചിരുന്നത്. ഇതെന്താ ഇങ്ങനെ കിടക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്ലോർ കോട്ട് അടിക്കുന്ന സമയത്ത് ഒക്കെ ഒരു ഭാഗത്തേക്ക് ഒരു മൂലക്ക് കൊണ്ടുപോയിട്ട് വെച്ചിരിക്കുന്നു. ഒന്നും അങ്ങനെ കാര്യമായിട്ട് നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതങ്ങനെ കിടക്കണ കാണാനൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഒന്ന് ഒതുങ്ങി വന്നപ്പോൾ നമ്മൾ ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് നല്ല മുഞ്ചിൽ വെക്കാതെ വിചാരിച്ചു. പിന്നെ അതൊക്കെ ഒന്ന് നേരെ വെച്ച് ഫുൾ അടിച്ചോരി. പിന്നെ അത് എല്ലാ വീട്ടിലും ഉണ്ടാകുന്നതാണല്ലോ, ഈ രാവിലെ നീച്ച് അടിച്ചോരുക എന്നുള്ള ആ ഒരു പണി. അങ്ങനെ അടിച്ചോരലൊക്കെ കഴിഞ്ഞ് നമ്മളെ ചെടികൾ നനക്കും ചെയ്ത്. ഇപ്പോൾ ഇവിടെ കാണാൻ ഇങ്ങനെയാണ്. ഇതിൽ ഈ ബ്ലാക്ക് ചട്ടികളിലൊക്കെ വെച്ചത് നമ്മൾ വേര് പിടിപ്പിക്കാനും വേണ്ടിയിട്ട് വെക്കുമല്ലോ, അങ്ങനെ വെച്ചതുകളാണ്. അപ്പോൾ അതിനൊക്കെ ഇനി വേര് പിടിച്ചതിന് ശേഷം വേറെ പോട്ടുകൾക്ക് മാറ്റണം. ഈ ബ്ലാക്ക് അത്യാവശ്യം കുറേ ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ ലൈനായിട്ട് വെച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അങ്ങനെ തന്നെ വെച്ചു, അത്ര തന്നെ. പിന്നെ നല്ലോണം നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വാടിയിട്ടുണ്ടായിരുന്നു എല്ലാ ചെടികളും. കാരണം ഇപ്പോഴത്തെ ചൂട് അങ്ങനെയാണല്ലോ, ചെടികൾക്കൊക്കെ പൊള്ളൽ വരെ ഏൽക്കുകയാണ് ഇപ്പോഴത്തെ ചൂടിന്. പിന്നെ ഉള്ളിൽ വന്നപ്പോൾ ഇമ്മ നല്ല പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ മാറ്റി ഒരുങ്ങി ഒരു സ്ഥലം വരെ പോവാണ്. ഞങ്ങൾ കാറിലും അല്ല പോണത്, ഓട്ടോയിലും അല്ല പോണത്, ഞങ്ങൾ ബസ്സിലാണ് പോണത്. അപ്പോൾ ബസ് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. പിന്നെ ബസ് കയറിയപ്പോഴും ബസ് കാത്ത് നിൽക്കുമ്പോഴൊക്കെ പൊന്നോ ചൂട് എന്നൊന്നും പറയാൻ പറ്റൂല, പൊള്ളലാണ്. ബസ്സിൽ പോകുമ്പോൾ കാറ്റ് വീശുന്നത് പോലും പൊള്ളാണ്, അത്രയും ചൂട് കാറ്റാണ് വരുന്നതും കൂടി. അപ്പം നമ്മളിങ്ങനെ താണ്ടി പോയത് എവിടേക്കാന്ന് അറിയണ്ടേ. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വെറുതെ പോയതാണ്. സ്കൂൾ മദ്രസ ഒന്നും ഇല്ലല്ലോ. മദ്രസ പോയി ഇടയായിട്ട് ഒരു 2 ആഴ്ചക്ക് എങ്ങാനും വേനലവധി എന്ന് പറഞ്ഞിട്ട് ലീവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിന് നമ്മളങ്ങനെ പോയതാണ്. പിന്നെ എൻ്റെ വീട്ടിലുള്ള പോലെ തന്നെ ചെറിയൊരു ചെടി കളക്ഷനൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ പോയപ്പോക്കിനും നല്ല പോലെ കുഴങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിൽ നിന്ന് ഇമ്മാൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു 1.5 ഹവറോളം യാത്ര ഉണ്ട്. അങ്ങനെ പിന്നെ ഉറങ്ങി നീച്ച് നമുക്ക് വേറൊരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു. നമ്മൾ ആ പോണ വരെയും മഴൻ്റെ ഒരു സാധ്യതയും നമ്മൾ കാണുന്നില്ല കേട്ടോ. ഫുള്ള് ചൂടാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊള്ളുന്ന ചൂടാണ്. പിന്നെ നമ്മൾ പോയി തിരിച്ച് വന്നപ്പോൾ ജസ്റ്റ് ഒരു മഴ വെറുതെ തലട്ടോക്കി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തലട്ടോക്കി പോവുക പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് തണുപ്പിക്കാനും വേണ്ടിയിട്ട് അത് മതിയായിരുന്നു, കാരണം അത്രയും ചൂടായിരുന്നു. പിന്നെ ഇമ്മാൻ്റെ വീട്ടിൽ നിന്ന് പോണ സമയത്ത് എൻ്റെ ഉമ്മാക്ക് സ്ഥിരമുള്ള പരിപാടിയാണ് ഇങ്ങനെ ചെടികൾ വാരിപ്പെറുക്കുക എന്നുള്ളത്. ഇതിലെന്തെല്ലാം ഉണ്ട്, ചീരയും നമ്മൾ ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുമല്ലോ, ആ ചീരയും അതേപോലെ എന്തൊക്കെയോ വേറെ വെറൈറ്റി ചെടിയാണ് പറഞ്ഞിട്ട് ഓരോന്നിങ്ങനെ കൊടുന്ന് തരുന്നുണ്ട് കയ്യിൽ. എൻ്റെ ബാഗ് ഇപ്പം തന്നെ ഒരു കാട് പോലെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറേ ചെടിയൊക്കെ എടുത്ത്
നമ്മൾ പിന്നെ ഇറങ്ങാനും വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു പോന്നു. ഒരു ഏകദേശം 6 മണി സമയത്തായിരുന്നു നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങണ തന്നെ നേരെ ബസ് സ്റ്റോപ്പിലേക്കാണ്. അപ്പോൾ പെട്ടെന്ന് ബസ് വരുന്ന കാണുകയൊക്കെ ചെയ്യും. അവിടുന്ന് വരുന്നതിൽ ഏറ്റവും ലാസ്റ്റ് ബസ്സിലാണ് തോന്നുന്നു ഞങ്ങൾ കയറിയത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. ബട്ട് അതിൽ ഞങ്ങളല്ലാതെ വേറൊരു മനുഷ്യൻ്റെ കുട്ടി ഉണ്ടായിരുന്നില്ല. ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിക്കോണം. ഇത് ടൗണിൽ ഇതേപോലെ ഫുട്പാത്തിൽ കൂടെ ചട്ടികൾ വെച്ചിട്ടുണ്ടാവുമല്ലോ, ചെടിച്ചട്ടികൾ. അതിന്നും ചെടി പെറുക്കിയിട്ടാണ് എൻ്റെ അമ്മ പോരുന്നത്. ഇത് ഞാൻ പറഞ്ഞു, ഇമ്മ അത് വല്ല പ്രശ്നമോ ആയിട്ടുണ്ടെങ്കിലോ വേണ്ടാന്ന് പറഞ്ഞു ഞാൻ. അപ്പം അമ്മ പറയാണ്, എന്തെങ്കിലും പ്രശ്നമായിട്ട് ആരെങ്കിലും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ചെടി ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയിട്ട് ഞാൻ ഒരിക്കൽ കൊടുത്തോളാന്ന്. പിന്നെ എന്താ ഞാൻ അങ്ങോട്ട് പറയുക. പിന്നെ നമ്മൾ പോണ സമയത്ത് മീനൊക്കെ വാങ്ങിയിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ബസ് കാത്ത് നിൽക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും നമുക്ക് 2 ബസ് കയറണം. അപ്പോൾ ഒരു ബസ് കയറി പിന്നെ അടുത്ത ബസ്സിന്, നമ്മളെ വീട്ടിലേക്കുള്ള ബസ്സിനും നമ്മൾ അവിടേക്ക് ലാസ്റ്റ് ബസ്സിനാണ് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിലും നമ്മൾ നല്ല തിരക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് ബസ്സാണല്ലോ അതിനെക്കൊണ്ട്. പക്ഷെ അതിലും നമ്മൾ സുഖമായി സീറ്റിൽ ഇരുന്നിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി ഇങ്ങനെ നടന്ന് പോരുകയാണ് കേട്ടോ. നമ്മൾ ഓട്ടോ വിളിച്ച് പോരാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ രാത്രി ഇങ്ങനെ വരുന്നത് ഒരു രസമാണല്ലോ, ഇങ്ങനെ റിലാക്സ് ആയിട്ട് നടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 7up ഒക്കെ വാങ്ങി അങ്ങനെ അതൊക്കെ കുടിച്ചിങ്ങനെ നടന്നു വരുമായിരുന്നു. പിന്നെ വീട്ടിലൊന്ന് നല്ല കുളിയൊക്കെ കുളിച്ച് കുറച്ച് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഒരു ഉഷാറ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ അത്രയും ട്രാവൽ ചെയ്ത് വന്നതല്ലേ, അതിനോട്ട് ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സൗണ്ട് എന്താ ഇങ്ങനെ ആയത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ കാണിച്ച 7up കൂടെ കൂട്ടിയിട്ട് 3ാമത്തെ കുപ്പി കൂൾ ഡ്രിങ്ക് ആണ് ഞാൻ ഇന്ന് കുടിക്കുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ രാവിലെ ഒരു മെറിൻ്റെ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇമ്മാന്റെ വീട്ടിൽ നിന്ന് മാമനൊരു ഫിസ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതപ്പം 7up. പിന്നെ നേരത്തെ പെയ്ത മഴയിൽ ചെറുതായിട്ടൊന്ന് മഴയും കൊണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ആവാനുള്ള മെയിൻ കാരണം. ഇമ്മാന്റെ അവിടേക്ക് മഴ പെയ്തിക്കണമെന്നല്ലാതെ ഇവിടേക്ക് ഒട്ടും മഴ പെയ്തിട്ടില്ല. പിന്നെ ആസ് യൂഷ്വൽ നമ്മളെ സ്ഥിരം പരിപാടി നിസ്കരിക്കുക, ചെറിയൊരു സ്കിൻ കെയർ ചെയ്യുക, അങ്ങനെ അതൊക്കെ ഇനി ഈ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്ത് കിടന്നുറങ്ങണം. അപ്പം അത്രേ ഉള്ളൂ. ബൈ.